Good afternoon to all. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, so let's start today's class with prayer, thought of the day, and signing. Start your class. Another prayer, Shila. Prayer. കാരുണ്യ കൈവിളക്കായൊരു ജ്യോതിസേ നേരായ മാർഗം നീ കാട്ടേണമേ. ഇത്തിരി മുന്നോട്ട് പോകുവാനായി എൻ്റെ ഉൾത്തിരിയൊന്നു തെളിക്കേണമേ. കാണായവയ്ക്കെല്ലാം വിണ്ണിൽ പൊരുളായി കാണപ്പെടാതെ ഇരിക്കുവോനേ. ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും ഞാനും അവിടുത്തെ സൃഷ്ടിയല്ലോ. നല്ലതേ തോന്നാവൂ, നല്ലതേ ചൊല്ലാവൂ, നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാൽ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. Okay, next. Next എന്താ? Thought of the day ആണോ sign ആണോ? Thought of the day ആണ്. ഞാൻ സരിത. APJ അബ്ദുൽ കലാമിന്റെ ഒരു കോഴ്സ് ആണ്. Study. Never stop studying because studies are gifts. Such an investment in life will keep giving returns. പഠനം ഒരിക്കലും നിർത്തരുത്, കാരണം പഠനം എന്ന് പറഞ്ഞാൽ ഒരു സമ്മാനമാണ്. അത് അങ്ങനെയുള്ള ഒരു നിക്ഷേപ ജീവിതം വരുമാനം നൽകിക്കൊണ്ടേയിരിക്കും. APJ അബ്ദുൽ കലാം. Okay. And then? Okay, കഴിഞ്ഞോ? കഴിഞ്ഞു? ഇനിയൊന്നുമില്ലല്ലോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോപ്പിക് പ്രസന്റേഷൻ ആയിരുന്നു അല്ലെ, കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ആ എല്ലാവരും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയത്. കണ്ടിന്യൂ ചെയ്താലോ? സംസാരിക്കാത്തവരും വന്ന് സംസാരിച്ചവർക്കും ഇന്ന് പ്രസന്റ് ചെയ്യാവുന്നതാണ്, ഓപ്പൺ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ആരാ ഫസ്റ്റ് സംസാരിക്കാം? ഞാൻ സംസാരിക്കാം. ഞാന് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, ലീവായിരുന്നു. മാഡം അന്ന് വന്നത് അറിഞ്ഞില്ല, പിന്നെയാണ് അറിഞ്ഞത്. കാരണം ക്ലാസ്സിൽ എപ്പോ വേണമെങ്കിലും ആരെയും പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി സപ്പോസ് പെട്ടെന്ന് ടീച്ചർ ലീവ് ആയി കഴിഞ്ഞാല് അന്ന് ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവരെ കയറും. അങ്ങനെയാണ് കേട്ടോ, അത് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ എല്ലാവരും. ഓക്കെ അമ്പിളി പറഞ്ഞോളൂ. Confidence is an important and life-changing factor in life. Confidence is made from self-love and self-respect. We should have confidence in our life to achieve many things. Confidence is not about looks, money, or temporary things, but it is the trust in our ability and the self-love to our real self. Self-confidence is a superpower. Once you start to believe in yourself, magic starts happening. If you believe in yourself and feel confident in yourself, you can do anything. I really believe that. അത് എനിക്ക് വിശ്വാസം വന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും തോറും നമ്മൾ അത് കൂടുതൽ തളർത്തുള്ളൂ. ആ പറ്റില്ല എന്ന് തോന്നുന്ന സമയം കൊണ്ട് നമ്മൾ
പറ്റും എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വയം സെൽഫ് കോൺഫിഡൻസ് കൂടുകയും നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ തെളിയിച്ച ഒരു കാര്യമാണ്. അപ്പോ എന്താ കുറേ കാര്യങ്ങൾ കൂടെ ലൈഫ് കൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. അപ്പോ എനിക്ക് ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഞാനിപ്പോ പഠിച്ചിട്ടും എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പോ നമ്മള് ഏർണിങ്സിനാണെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ നമ്മളുടെ സ്വന്തം ഇഷ്ടങ്ങള് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാനൊക്കെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണ് അത് സാധിക്കുള്ളൂ. അപ്പൊ ആരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും സപ്പോർട്ട് ഇല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു സപ്പോർട്ട് വേണം. അതിനാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാണ് സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ അങ്ങനെ തളർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നിനും പറ്റില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കില്ല. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ ലൈഫിൽ മുന്നേറണമെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം. പിന്നെ അത് തളർത്താനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നെഗറ്റീവ്സിന്റെ ഒരു ഇതാണ്, ചുറ്റുപാടും മുഴുവൻ നെഗറ്റീവ്സ് ആണ്. കാരണം നമ്മൾ നന്നായി കാണണമെന്ന് ആരും ആഗ്രഹിക്കില്ല. അത് നമ്മളോട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അത്. കാരണം നമ്മളോട് ആത്മാർത്ഥതയോടെ പെരുമാറുന്ന ആളുകളാണെങ്കിലും അവരുടെ ഉള്ളിൽ നമ്മൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരുടെ ഉള്ളിലും ഒരു നമ്മൾ നന്നായി കാണണമെന്നൊന്നും അത്ര ആഗ്രഹിക്കണത് ആൾക്കാര് നമ്മുടെ അമ്മ മക്കള് അത്ര ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വേണമെന്ന് വെച്ചിട്ട് ആവില്ല. അത് മനുഷ്യ സഹജാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അതൊരു മനുഷ്യ സഹജമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് ആത്മാർത്ഥമായിട്ട് ആരും അങ്ങനെ ആഗ്രഹിക്കുന്നു തോന്നുന്നില്ല. അപ്പൊ നമ്മൾ സ്വയം സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാനും പറ്റും. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് തെളിഞ്ഞൊരു കാര്യമാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ പാട്ട് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോ അത് ഒരു വിധമായിട്ടുണ്ട്. ഇനിയിപ്പോ ഞാന് അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ്. ഗുരുവായൂര് ഓഗസ്റ്റ് 31-നാണ് പ്രോഗ്രാം. അപ്പൊ എല്ലാവരും വരണം. ഗുരുവായൂർ വെച്ചിട്ടാണ്. അപ്പോ ഓഗസ്റ്റ് 31-നാണ് ഞായറാഴ്ച. ദിവസം ക്ലാസ്സിൽ അത് പാട്ട് പാടാൻ പറ്റുമോ? രാവിലെ 9 മണിക്കാണ് ശാസ്ത്രീയ സംഗീതത്തിന്റെ ഇതുണ്ട്. അപ്പോ ഞങ്ങളൊരു ടീമുണ്ട്. അപ്പൊ അത് കുറെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു എന്റെ. പക്ഷെ എനിക്ക് ടൈമില്ല, ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് എനിക്ക്. വീട്ടില് ഞാൻ ഒറ്റയ്ക്കാണ്, വീട്ടില് ഞാനും കുട്ടികളും മാത്രമാണ്. അപ്പൊ അവരെ കാര്യങ്ങൾ നോക്കണം, എല്ലാം ചെയ്യണം. അതിന്റെ ഇടയിൽ ഞാൻ സമയം കണ്ടെത്തിയിട്ട് ഞാൻ ഞായറാഴ്ച ക്ലാസ്സിന് പോയിട്ടും പിന്നെ രാത്രി ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ടും അങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാനത് പഠിച്ചിട്ടും അങ്ങനെ ഈ ഒരു ഇതിലെത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണമെന്ന്. നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അങ്ങോട്ട് ജീവിച്ചു പോവാന്നുള്ളതിൽ ഒരർത്ഥമില്ല. നമ്മള് ജീവിച്ചു, നമ്മൾ കുറെ കഴിഞ്ഞ് നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചു എന്ന് നമുക്ക് തോന്നണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം. അതിന്റെ ഇടയിൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും, വിഷമങ്ങൾ വരും, സന്തോഷം വരും, എല്ലാം വരും. വിഷമാവും കൂടുതൽ വരിക, പക്ഷെ അതൊക്കെ നമ്മൾ തള്ളിക്കളയാം. എന്നാലും നമ്മൾക്ക് ഒരു തീരെ വയ്യാതിരിക്കുന്ന ഒരു സമയം വരും. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ഞാനും ഈ കാലഘട്ടത്തിൽ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു, ഞാൻ അത്ര സന്തോഷമായിട്ടാണ് ജീവിച്ചിരുന്നത്, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറെയൊക്കെ ചെയ്തു കഴിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചൊക്കെ നിൽക്കണം. അപ്പൊ അതിനൊരു സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക എല്ലാവരും. പരമാവധി തളരാതെ എല്ലാവരും മുന്നോട്ട് പോട്ടെ. ഇനിയും കുറെ പറയാനുണ്ട്, ഇനി വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ. താങ്ക് യു. അമ്പിളി, കഴിഞ്ഞ ക്ലാസ് കേട്ടിരുന്നോ? ഇല്ല, ഞാന് കുറച്ച് റെക്കോർഡ് ക്ലാസ് പകുതി കേട്ടു. ശ്രീലക്ഷ്മി പറയണത് കേട്ടു, പിന്നെ സാബിറ പറയണത് കേട്ടു. ഓക്കെ അമ്പിളി, ഇനി എല്ലാരും പറയട്ടെ, അതിനുശേഷം നമുക്കൊന്നുകൂടെ സംസാരിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ പറയാ? ആരില്ല, ആരും പറയുന്നില്ല. മാം അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അത്ര പ്രിപ്പയർഡ് ആയിട്ടൊന്നുമല്ല, ഒന്നും നോക്കിയിട്ടൊന്നുമല്ല പറഞ്ഞത്. എന്നിട്ടും ഞാൻ പറഞ്ഞത് എന്റെ കോൺഫിഡൻസ് കാരണമാണ് എന്ന് ഞാൻ ഇവിടെ ആദ്യം തന്നെ പറയാണ്.
പിന്നെ ഇന്ന് അതിനെക്കുറിച്ച് ഞാനൊന്ന് റീഡ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായത് ജന്മനാ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷൻ അല്ല ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന എക്സ്പീരിയൻസസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. നമുക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. നമ്മളോട് ആദ്യമായിട്ട് വഴക്ക് കൂടുമ്പോൾ ഒരാൾ ഒരു വഴക്ക് കൂടുകയാണെങ്കിൽ നമ്മൾ അന്ന് കരഞ്ഞിട്ടുണ്ടാവും, നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവും, നമ്മൾ അന്ന് അങ്ങനെ പറയായിരുന്നു, അന്ന് ഇങ്ങനെ പറയായിരുന്നു അവരോട് എന്ന് നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ന് നമ്മൾ ആരോടെങ്കിലും ഒരു ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളായിരിക്കും അവിടെ ജയിക്കുന്നുണ്ടാവുക. അത് നമ്മുടെ കോൺഫിഡൻസ് കാരണമാണ്. അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ, കോൺഫിഡന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ ഇമോഷൻ ആണെങ്കിലും അതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. കാരണം ഈ ലോകത്ത് അതായത് വലിയവരായി വന്നിട്ടുള്ള എല്ലാവരും ഒത്തിരി സ്ട്രഗിൾ കൂടെ കടന്നു വന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കള്ളൻ ഉണ്ടാവുന്നതും ഒരു കൊലപാതകി ഉണ്ടാവുന്നതും പോലും ഈ കോൺഫിഡൻസിന്റെ പേര് തന്നെയാണ്. അവർക്ക് അത് ചെയ്യാനുള്ള ഓവർ കോൺഫിഡൻസ് ആണ് അതിലേക്കൊക്കെ വരുത്തുന്നത്. പിന്നെ നമ്മുടെ കോൺഫിഡൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യാം. അതായത് ഇപ്പോ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതായത് ഈ സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ ഒത്തിരി റോ മെറ്റീരിയൽ ഉണ്ടാവും, അഴുക്കുകൾ ഉണ്ടാവും, പൊടി ഉണ്ടാവും. പക്ഷെ അത് ഖനനം ചെയ്യുന്ന ആൾക്ക് ആ ഇത്തിരി പോകുന്ന സ്വർണത്തിലായിരിക്കും അവരുടെ ഫോക്കസ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തിനോടെങ്കിലും നമുക്ക് വീക്ക്നെസ് ഉണ്ട് എങ്കിൽ ആ വീക്ക്നെസ്സിനെ എവിടെയാണോ നമ്മൾ ഒഴിവാക്കുന്നത് ആ പോയിന്റിലാണ് നമുക്ക് കോൺഫിഡൻസ് കൂടുക. ഈ ഇൻ കേസ് നമ്മുടെ ആൽക്കഹോൾ അഡിക്റ്റ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും അമിതമായ ലവ് അഫെക്ഷൻ ഒക്കെ നമ്മൾ ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഡിപ്പെൻഡൻസി എപ്പോഴാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ തൊട്ട് നമ്മുടെ കോൺഫിഡൻസ് സ്റ്റാർട്ട് ആകുന്നു എന്നാണ് പറയാൻ. പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാത്തവരെ, അതായത് നിങ്ങൾ താഴെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ താഴെ തന്നെ നിർത്തുന്നത്, അയ്യോ അവർക്കത് പറ്റില്ല, അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ അവിടെ തന്നെ നിർത്തുന്നവരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. ആരാണോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അവരായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു. നിങ്ങളെ കുറ്റം പറയുന്നവരല്ല, നിങ്ങളെ അത് ചെയ്ത് നന്നായിരിക്കും എന്ന് പറയുന്നവരെ വിശ്വസിക്കുക. അങ്ങനെ എല്ലാവരും വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, നമുക്ക് മനസ്സിലാവും ആ ടൈമില്. ഓക്കെ, അതങ്ങനെയാണ്. കുറെ എക്സ്പീരിയൻസ് ആണല്ലോ, മനുഷ്യന്മാരെ മനസ്സിലാക്കുന്നത് എക്സ്പീരിയൻസ് ആണല്ലോ. ഒരുപാട് നമ്മളത് മനസ്സിലാക്കി വരുമ്പോഴാണ് അയ്യോ അയാൾ ഇങ്ങനെയായിരുന്നു, അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് തോന്നും. നമ്മൾ അയാളെ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതെല്ലാം അനുഭവങ്ങളിലൂടെ പഠിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് സംസാരിക്കാൻ വരാം. ഓക്കെ, ഞാൻ പറയാം. സബീന. ഓക്കെ സബീന, പറയൂ. Self-confidence is an essential in achieving goals and success in your life. A person needs to have self-confidence to achieve success. Self-confidence is something that comes from within. It helps people to think freely without any negativity and focus on their goals. A self-confident person has fewer chance to failure. Knowledge is the key to self-confidence. It helps to understand your capabilities. Self-confidence is a term defined to explain people to state of mind that makes them push boundaries and encourage them to believe in themselves. Self-confidence has the power to motivate people to do things that seem too impossible, and they accomplish everything in life. People with less self-confidence are scared of getting crucial and exposed to failure. A person with self-confidence can face any kind of challenge in life. They are not scared because they are confident that they can handle any situation. Confidence is considered as the first step towards success. Thank you, ma'am. ഓക്കെ, ഒരു കോൺഫിഡന്റ് ആയ ഒരാൾക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒട്ടും ധൈര്യമില്ലാത്തവര് ലൈഫില് എങ്ങും എത്തിയിട്ടില്ല, എങ്ങും, അല്ലെ? ഇതാണ് അതിന്റെ ഒരു പവർ. ഓക്കെ, ഇനി ആരാ?
സംസാരിക്കുക. ഇപ്പൊ ഈ പറയുന്ന കാര്യം എല്ലാം നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണല്ലോ. ചുമ്മാ ഞാൻ ഈ ടോപ്പിക് എന്നത് വെറുതെ സംസാരിച്ച് അവസാനിപ്പിക്കാനല്ല. ഓക്കെ, ഇത് നമുക്ക് ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, ഓക്കെ എന്ന് സ്വയം ചിന്തിക്കേണ്ട ടൈമാണ്. ചിന്തിക്കുക, അത് നമ്മൾ ലൈഫില് അത് ഇംപ്ലിമെന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അതെ മാഡം, ഒരാളെ നമ്മളെ തളർത്തുമ്പോ അതിനെ എങ്ങനെ നേരിടാന്നൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും. ഇത് ഇന്ന് ഓക്കെ ഇന്ന് ഞങ്ങള് കോൺഫിഡന്റ് ആണ്, ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളോട് കോൺഫിഡന്റ് ആയിട്ടിരിക്കണം, ധൈര്യത്തോടെ ജീവിക്കണം എന്ന് തീരുമാനിച്ചു. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് തീരുമാനം മാറാൻ പാടില്ല, മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫോളോ ചെയ്യണം. എന്തും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റൂ. അതെന്തും അങ്ങനെ തന്നെയാണ്. എന്തും ഒരു ബ്രേക്ക് വന്നാൽ, എന്ത് കാര്യം പഠിച്ച കാര്യമാണെങ്കിൽ പോലും ബ്രേക്ക് വന്നാൽ പോലും നമ്മൾ മറന്നു പോകും, ടച്ച് പോകും. ശരിയല്ലേ? കുക്കിംഗ് ആണെങ്കിൽ പോലും കുക്ക് ചെയ്തോണ്ടിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് ഇതിൽ വയ്യായിക്ക് വന്നാലാണെങ്കിൽ പോലും കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്തൊരു ഫീൽ ആയിരിക്കും. എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. സോ ഇതും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കോൺഫിഡൻസ് നമ്മുടെ കൂടെ വേണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്, നമുക്ക് കിട്ടുന്നതല്ല. മിക്കതും അങ്ങനെയൊക്കെ തന്നെ. ഇമോഷൻസ് അല്ലാതെ നമുക്ക് ജയിക്കുമ്പോൾ കിട്ടുന്നതല്ല ഒന്നും. നമ്മൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഓരോ ഇമോഷൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് പലതും. അതിന് എല്ലാത്തിനും ഓരോരോ പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്. കോംപ്ലക്സ്, ഈഗോ, ഇൻസെക്യൂരിറ്റി, അങ്ങനെ ഓരോരോ പേരുകളായി ഉണ്ടെന്നാണ്. ഇതൊക്കെ നമുക്ക് ജന്മന കിട്ടുന്നതല്ല. ഓക്കെ, അല്ല ഏറ്റവും നല്ലൊരു വേർഡാണ് കോൺഫിഡൻസ് എന്നത്. അത് നിങ്ങൾ വളർത്താൻ നോക്കാം മാക്സിമം. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ ഇങ്ങനെ ജീവിക്കണം എന്നുള്ളത്, അത് അവിടെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന സാധനം വേണം. ഓക്കെ, അത് അവിടെ നിന്നും വാങ്ങാൻ കിട്ടില്ല. നിങ്ങൾ തന്നെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ തന്നെ ഇങ്ങനെ ആയേ പറ്റൂ. ഓക്കെ, തളർത്താനൊക്കെ ഉണ്ടാവും കേട്ടോ. നീ ഇതിനത് ചെയ്തിട്ടെന്ന് ചോദിക്കും. നീ ഇതിനവിടെ പോയിട്ട് ഒരു നല്ലൊരു ഡ്രസ്സ് കണ്ടു, എനിക്കത് ഇഷ്ടമായി, നിങ്ങൾ അത് എടുത്തു എന്ന് വിചാരിക്കും. നിങ്ങൾ കടയിൽ പോയി നിങ്ങൾക്ക് ഡ്രസ്സ് കണ്ട് ഇഷ്ടമായി, ട്രയൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമായി, നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു ഹസ്ബൻഡിനെയോ ആരെങ്കിലും കാണിച്ചു വിചാരിക്കും. ഒരാള് ഈ എന്തിനു കൊള്ളാം ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന കോൺഫിഡൻസേ ഉള്ളൂ എല്ലാവർക്കും, അല്ലേ? സത്യമാണ്. പക്ഷെ ഇതെനിക്ക് ഓക്കെ ആണ്, എനിക്കിട്ടിട്ട് എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്, ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് നോക്കി. ഇത് നിങ്ങൾ ഇട്ടിട്ട് പോയി ഒരാൾ കണ്ട അടിപൊളിയാണല്ലോ എന്ന് പറയുമ്പോ ഓക്കെ, മനസ്സിലായോ? അതാണ് ഓരോരുത്തരും അമ്പിളി പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് നമ്മള് വിജയിക്കുന്നത് ബാക്കി ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത മതി. ഇപ്പം മാം ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് പല അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി ജീവിക്കുക. അപ്പൊ നമ്മുടെ എല്ലാ ഭാഗവും ക്ലിയർ ആവും. നമ്മൾ മറ്റുള്ളവരെ നോക്കുക, നമ്മുടെ വിജയത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ അതിട്ട എന്ത് ചെയ്യും, ഇതിട്ട എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്ത ഈ പ്രായത്തിൽ ഞാൻ പഠിക്കാൻ പോയി, നിനക്ക് നാണമില്ലേ, എന്തെല്ലാം ഓരോരോ കാര്യങ്ങൾ. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിലെ ഏറ്റവും വലിയ കാര്യം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോൺഫിഡൻസ് എന്നുള്ളത്. അതെ, ഇപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ എല്ലാവരും മേക്കപ്പ് ചെയ്ത് നടക്കുന്നത് അല്ലെ? ഒരു ലിപ്സ്റ്റിക് പോലും ഇടാത്ത പെൺകുട്ടികളാണെങ്കിലും കുറവാണ്. അത് ഇടണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ട് അല്ലെ? എന്തുകൊണ്ട് ഇടുന്നില്ല? ഒറ്റ റീസണേ ഉള്ളൂ, പുറത്തിറങ്ങാൻ മയ്യെന്തിനു കൊള്ളാം, അല്ലെങ്കിൽ ഒരാള് നോക്കിയെന്ന് വിചാരിക്കും. ലിപ്സ്റ്റിക് ഇടുന്ന ആള് നോക്കിയെന്ന് വിചാരിച്ചേ പിന്നെ ടെൻഷനാണ്. ഇട്ടത് അങ്ങനെ കൂടിപ്പോയോ, അയാൾ അതിനെ എങ്ങനെ നോക്കിയത് അല്ലെ? ടെൻഷനാണ്. എന്തിനാണെന്ന് ആലോചിച്ചു, എന്തിനാ നമ്മള് കണ്ണാടി ഞാൻ ഇടാറുണ്ട് മാഡം. ഞാനത് ഇടാറില്ല. എന്തെങ്കിലും ഒരു ദിവസം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. കുറച്ച് തൂക്കാൻ തുടങ്ങും, പിന്നെ ഒട്ടും അത് പോകും. അപ്പൊ നമുക്കൊരു ആശ്വാസയാ സന്തോഷം ഫുള്ള് പോയല്ലോ അല്ലെ? പക്ഷെ നമ്മൾ കണ്ണാടിയിൽ നോക്കി എല്ലാം ഓക്കെ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒന്നും കൂടുതലോ കുറവോ അവിടെ ഇല്ല, പെർഫെക്റ്റ് ആണ്. നമ്മൾ കണ്ണാടി മുഴുവൻ നോക്കി നമ്മൾ ഇറങ്ങുന്നതാണ്. പക്ഷെ ഒരാൾ നമ്മുടെ ഫേസിൽ കഴിക്കുന്നത് കൂടുതലാവണോ, കൂടിപ്പോയോ, പിന്നെ ചിന്തയാണ് ഫുള്ള്. അത് നമ്മുടെ ഉള്ളിൽ ആ ഒരു നമ്മ ചിന്തിച്ചു കൂട്ടുന്നതാണ്. അയാള് ചിലപ്പോ ഭംഗിയുള്ളത് കൊണ്ട് നോക്കിയതായിരിക്കാം,
അല്ലേ? അയ്യോ അപ്പോഴത്തെ നല്ല ഭംഗിയുണ്ടല്ലോ അഭിനയിച്ച് നോക്കിയതായിരിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിച്ചതാണ് ഞാൻ മാം ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പ് ചെയ്ത് ഓടിപ്പോയല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അല്ലേ? മാം നമ്മള് ആദ്യമൊക്കെ അങ്ങനെയാണ് മറ്റുള്ളവര് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കൂടുതലായിട്ട് ഈ ലിപ്സ്റ്റിക്കും ബാക്കി ഭയങ്കര മേക്കപ്പ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡാണ്. പണ്ട് അങ്ങനെ ഇല്ല. അപ്പൊ പണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും ആരെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഇടുവോ അല്ലെ ഒരു ജീൻസ് ഇട്ടോണ്ട് പോകുമ്പോ നമ്മളും നോക്കിയിട്ടില്ലേ? നമ്മൾ ആ ഒരു മെന്റാലിറ്റി നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ അത് ചെയ്യുമ്പോൾ നമുക്ക് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കിയിട്ടുണ്ട്, അതിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളുള്ളിൽ അങ്ങനെ വരുന്നത്. അതാണ് സത്യം. എന്ത് ഡ്രസ് ആക്കിട്ട് പോണേ, എന്തോ ലിപ്സ്റ്റിക് അവരിടുന്നത് നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് ചെയ്യുമ്പോ അയ്യോ ആരെങ്കിലും അതേപോലെ പറയുമോ എന്നൊരു പേടിയാണ്. മനസ്സിലായോ? പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിക്കണം. നമുക്ക് സന്തോഷം എന്താണോ അത് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഇത് ഞാനിവിടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ ലൈഫ് അത് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? ഇതാണ് ലൈഫ്, ഇങ്ങനെ പോകും. ഓക്കെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. സന്തോഷത്തോടെ നമുക്ക് എന്താണോ, നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷം കിട്ടുക, നമ്മൾ എന്തിനാണ് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക അത് ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കേണ്ട. പറയും ഇന്ന് ഇപ്പോ നമ്മള് നല്ല ഡ്രസ്സ് ഇട്ട് പോയി, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്നൊരാള് കുറ്റം പറയാം, ഈ എന്തിനു കൊള്ളാൻ നിങ്ങൾക്ക് ചേരുന്നില്ല എന്ന് പറയും. പക്ഷെ വേറൊരാള് നമ്മൾ കാണുന്ന ഒരാള് നല്ല ഭംഗിയുണ്ടെന്ന് പറയും. ചിലപ്പോ ഇഷ്ടപ്പെടാത്ത ആൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ആരെങ്കിലും ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം. 2 ദിവസം അങ്ങനെ പറയും. 3-ാമത്തെ ദിവസം ചിലപ്പോ അവര് ഇതേപോലെ ഡ്രസ് ചെയ്യാൻ തുടങ്ങും, അവര് ഇതേപോലെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങും. അതിനർത്ഥം എന്താണ്? നമ്മൾ ചെയ്തിട്ട് ഭംഗിയുണ്ട്, പക്ഷെ അത് മുഖത്തേക്ക് പറയാൻ ഒരു മടി. അതാണ് സത്യം. അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സോ നമ്മൾ മാറാം, മറ്റുള്ളവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല. മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് അവര് മാറുന്നുണ്ട്, നമ്മളെ കണ്ട് മാറുന്നുണ്ട്. മാറിക്കോട്ടെ, പക്ഷെ നമ്മൾ മാറാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്നറിയാം, നമുക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. ഇഷ്ടത്തിന് ജീവിക്കുക, ഇഷ്ടത്തിന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റണം, അല്ലെ? അത്രയുള്ള ലൈഫ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിക്കാനോ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടാനോ അതൊക്കെ നമുക്ക് ശരിക്കും റൈറ്റ്സ് ഇല്ലേ, അല്ലേ? പക്ഷെ അതെങ്കിലും ആരുടെയെങ്കിലും നടക്കുന്നുണ്ടോ? ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ചു, ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ ഇഷ്ടം തോന്നി, ആഗ്രഹം തോന്നി, അത് സാധിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കുറച്ചു ദിവസം മുന്നേ വരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാം, ഇപ്പൊ പറ്റാറുണ്ട് എനിക്ക്. വെരി ഗുഡ്, അങ്ങനെ വേണം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന എന്താ വെച്ചാൽ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു പേടിയാണ്. പക്ഷെ ഞാൻ ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ടേ, ചിലപ്പോൾ അത് ഇനി ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ജോയിന്റ് ഫാമിലി ആയിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ടേ. ഹസ്ബൻഡ് ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിച്ചോ, ഇവിടെ ആരും നിന്നെ ചോദിക്കാൻ വരില്ല. നീ കഴിക്കാണ്ടിരുന്ന് വെയിറ്റ് കുറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഡെലിവറിക്ക് ശേഷം ഒരുപാട് വെയിറ്റ് ലോസ് ആയി. ആകെ ഞാൻ 42 kg, ഇപ്പൊ അതും ഇല്ല. അതുകൊണ്ട് ഡോക്ടേഴ്സ് ഒക്കെ ചീത്ത പറഞ്ഞപ്പോ അവർ എനിക്ക് എന്താ ഇഷ്ടം, എനിക്ക് ഇവിടുത്തെ ഫുഡ് അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല മാം. ഞാൻ തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ്നാട് സ്റ്റൈൽ ഫുഡ്സ് ആണ് എനിക്ക് ഇഷ്ടം കൂടുതൽ. ഇടയ്ക്കിന് എനിക്ക് എന്താ തോന്നുന്നത് അത് ഉണ്ടാക്കി കഴിച്ചോ, നീ ഇത് ഇഷ്ടമല്ല പറഞ്ഞിട്ട് കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കാണ് ലോസ് എന്ന് പറഞ്ഞു. അതുവരെ ഒരു മനസ്സിലൊരു പേടിയെന്നല്ല, ഒരു നമ്മൾ ഉണ്ടാക്കും കഴിക്കുവോ, എനിക്ക് ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് നീ വിചാരിക്കുവോ എന്നുള്ള പേടി കൊണ്ട് ഏകദേശം ഒരു 7 years ഒക്കെ ഞാൻ കഴിച്ചു കൂട്ടി. ഇപ്പൊ ജസ്റ്റ് 6 months ആയിട്ടാണ് ഇങ്ങനെ പോണത്. അപ്പൊ ഈ 6 month ഓർക്കാനുള്ളതുണ്ട് അല്ലെ? ഈ 7 months ആയിട്ടാണ് കുറച്ചും കൂടി ഞാൻ എനിക്ക് വേണം എന്നുള്ളത് ഞാൻ തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. വെരി ഗുഡ്. അതിലെ മാറ്റങ്ങളും ശ്രുതിക്ക് അറിയാവുന്നതാണ്. ശ്രുതിക്ക് എത്രത്തോളം സന്തോഷം ആ ടൈമിൽ കിട്ടിയെന്ന് ശ്രുതിക്ക് പറയാം. അറിയാം മാം. എന്താ വെച്ചാൽ ഒരു ഡ്രസ് ഇടില്ല. ഞാൻ ബിഫോർ മാരേജ് നല്ല മോഡേൺ ഡ്രസ്സായിട്ടൊക്കെ ഇട്ട് നടന്നതാണ്. ഷോർട്സും ജീനും ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് നടന്നതാണ്. ഇവിടെ വന്നപ്പോ ഒന്നുമില്ല. എപ്പോഴും ഒരു ടോപ്പും പാന്റും കൂടിപ്പോയ ചെറിയ ഫംഗ്ഷൻസിന് സാരി, അതായിരുന്നു. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ഞാൻ ഇട്ടിട്ട് പോകുമ്പോ ഹസ്ബൻഡ് കുറച്ച് മാരേജ് കഴിഞ്ഞ സമയത്ത് പുറത്തായിരുന്നു, ഖത്തറിലായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാൻ മടിച്ചിരുന്നു. ഇപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇപ്പോഴുള്ള ട്രെൻഡിന് നീ മാറിക്കോ. ഞാൻ പറഞ്ഞു, ഞാനല്ലേ എനിക്ക് പെർമിഷൻ തരേണ്ടത്, ഞാനേ തന്നിക്ക് എന്ത് വേണമെങ്കിലും ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളത് ഒരു വാക്ക് എനിക്ക് കിട്ടിയപ്പോ ഇപ്പൊ എല്ലാ ഡ്രസ്സും ഇടുന്നുണ്ട്. ആരും എന്നെ നോക്കണവര് നോക്കിക്കോട്ടെ. എന്നോട് ചോദിച്ചതിനുള്ള മറുപടിയും പറയാൻ കൂടെ ഒരാളുകൊണ്ട് എനിക്കും അറിയാം. പിന്നെ അതിനെ നമ്മൾ പേടിക്കുന്ന പറഞ്ഞിട്ട് ഇപ്പൊ ഇടുന്നുണ്ട്, എല്ലാ ഡ്രസ്സും ഉണ്ട്.
ഇഷ്ടപ്പെട്ട് നമ്മുടെ മെന്റലി നമ്മൾ അത് ഇഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ ഡ്രസ്സിന്റെ ഭംഗിയല്ല, അത് ഇട്ട് നടക്കുമ്പോൾ നമ്മുടെ ഒരു സാറ്റിസ്ഫിക്കേഷൻ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹാപ്പിനെസ് ആണ്. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് അത്രത്തോളം നമുക്ക് സന്തോഷം തരുന്ന അതെ, നമ്മൾ ഒരു ഡ്രസ്സാണ്, അതാണ് ആ ഡ്രസ്സിൽ നമ്മുടെ മനസ്സിന്ന് അതെനിക്ക് ഇട്ടാൻ നന്നായിട്ടുണ്ടാവുമില്ല, അത് രണ്ടാമത്തെ കാര്യം, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ ഇടുന്നു എന്നുള്ളത് ഒരു സാറ്റിസ്ഫിക്കേഷൻ ആണ് നമ്മുടെ ചെറിയത്. ചെറുതാണെങ്കിലും അതിന് സന്തോഷം വരുന്നതാണ്. സത്യമാണോ? അതാണ് സെൽഫ് കോൺഫിഡൻസ്. നമ്മള് ഇന്നൊരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇടാം. അതാണ് സെൽഫ് കോൺഫിഡൻസ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മള് നമ്മുടെ അമ്മമാര് എല്ലാവരും ഒന്ന് നോക്കി ആലോചിച്ച് നോക്കി അമ്മമാരുടെ കാര്യം. അവർക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, പക്ഷെ അവരെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പല പ്രാവശ്യം? ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെയാണ് എന്റെ അമ്മ അങ്ങനെയൊന്നും അല്ല അമ്മ. എന്റെ അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെയാണ്. ഞാനിപ്പം പല അമ്മമാരെയും കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമ്മുടെ ഷെയറും കൂടെ കുഞ്ഞിന് കൊടുക്കും. ഞാൻ അങ്ങനെയൊന്നും കൊടുക്കില്ല, ഞാൻ എന്റെ ഷെയർ കഴിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ്. ഇല്ല, ഞാൻ അങ്ങനെ കഴിഞ്ഞാൽ അവളെന്നേ പറയുന്നുള്ളൂ. എന്റെ അമ്മ ഞാൻ എപ്പോഴും അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ മാറ്റി വെച്ചിട്ട് എന്താ, ആഗ്രഹങ്ങൾ ഇപ്പോഴും നിൽക്കുക. ഹസ്ബൻഡിന് വേണ്ട, ഇപ്പൊ ഒരു ഇഷ്ടപ്പെട്ട ഫുഡ് ആണെങ്കിൽ പോലും ആർക്കെങ്കിലും വേണോന്ന് ചോദിക്കുള്ളൂ. ആരെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ ഓക്കെ അത് ഉണ്ടാക്കും, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ ആഗ്രഹം അങ്ങനെ നിന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെയാ, അതായത് നമ്മ കണ്ടു വളർന്നാണെങ്കിലും അങ്ങനെ ആവരുന്നാ ഞാൻ പറയും. മക്കൾക്കാണെങ്കിലും ഷെയർ ചെയ്യാം, പക്ഷെ നമ്മൾക്ക് കൂടെ വേണം. മനസ്സിലായോ? നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. അവര് വലുതാവുമ്പോ അവരുടെ കാര്യം നോക്കും. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം നമ്മൾ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ ചെയ്തു കൊടുക്കാം. അത്രയേ ഉള്ളൂ. അല്ല നമ്മുടെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് അവരിഷ്ടം നടത്താൻ പാടില്ല എന്നാ ഞാൻ പറയുന്നത്. ജീവിതം കുറച്ചല്ലേ ഉള്ളൂ, അതങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം, അതാണ് ഏറ്റവും നല്ലത്. സെക്കൻഡ്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യൂ. ഇനി ആരാ സംസാരിക്കാനുള്ളത്? ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ പറയാം മിസ്സേ. പറയൂ. എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സിന്റെ ലൈവ് ക്ലാസ്സിൽ കയറിയപ്പോ എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ഒരു ഓഫീസ് സ്റ്റാഫാണ്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാ. അപ്പൊ ഓരോ എൻക്വയറീസിന് വരുമ്പോ നമുക്ക് ഇത് കേൾക്കണുണ്ടെങ്കിലും പറയാൻ ചിലപ്പോ ഒന്നും പറ്റിയെന്ന് വരില്ല. ഞാനപ്പോ ലൈവ് ക്ലാസ്സിൽ കയറല് കുറവാണ്, ഇപ്പൊ തുടങ്ങിയിട്ടാണ് കേറുന്നത്, ഇവിടെ ഇത്തിരി തിരക്ക് കുറഞ്ഞപ്പോഴേ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു ക്ലാസ്സിന് കയറിയപ്പോഴാട്ടോ നമുക്ക് പല കാര്യങ്ങൾക്കും പലരോട് സംസാരിക്കാനായാലും എനിക്കൊരു കോൺഫിഡന്റ് ഇല്ല. ഞാൻ ഭയങ്കര ഷൈയാ. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ ഇതിലിപ്പോ ഓരോരുത്തർ പറയണം കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ ഇതുപോലെ ചേട്ടാ എന്റെ ഓരോ കാര്യങ്ങളായാലും എനിക്കിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 6 വർഷമായി. 5 വർഷത്തോളം വീട്ടില് വെറുതെ ഇരുന്നു. ഇപ്പൊ ദേ ജോലിക്ക് വന്നു തുടങ്ങി. അപ്പൊ ജോലിക്ക് വരുമ്പോ ഞാൻ എന്റെ മോനെയും കൊണ്ടാ വരിക. അപ്പൊ പലർക്കും വീട്ടിൽ ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകാൻ താല്പര്യമില്ല, ഉണ്ണിയുടെ കാര്യം നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പതേ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് എന്തായാലും ഒരു ജോലി ആവശ്യമാണ്. നമുക്കിപ്പോ വീട്ടിലേക്ക് നമ്മുടെ സാലറി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വീട്ടിൽ ചോദിക്കണ്ടല്ലോ. അപ്പോ അങ്ങനെ ഒരു ജോലി കിട്ടണതിന് മുന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്ത് നമുക്കൊരു ജോലി, അങ്ങനെ ഒരു ഇതിലാണ് ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞപ്പോ ഞാൻ ജോയിൻ ചെയ്തേ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ജോലി കിട്ടിയത്. എന്നാലും ഇപ്പൊ ഈ ഒരു ജോലി അതിന്റെ ഇടയിൽ ഇപ്പൊ ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ട്. വീട്ടില് നമ്മളിപ്പോ ബാത്തിങ്ങിന് സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
അപ്പൊ അത് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സൺഡേസിൽ ഞാൻ അത് ചെയ്യും. പിന്നെ ഉണ്ണീനെ സ്കൂളിൽ പോയി 3 മണി 3:30 ഒക്കെ ആകുമ്പോ അവനെ കൊണ്ടുവരാൻ ഞാൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവനെ ഇവിടെ കൊണ്ടുവന്നിരുത്തി 6 മണി വരെ ഇവിടെ ഇരിക്കും. അപ്പൊ സത്യത്തിൽ നമുക്ക് വീട്ടില് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, എന്നാലും നമുക്കൊരു പോക്കറ്റ് മണി ആവൂലോ എന്ന് കരുതിയിട്ട്. അപ്പൊ ഇതുപോലെ തന്നെ കുറെ കാലം ഞാൻ മടിച്ചിരുന്നു ജോലിക്ക് പോവാൻ, വീട്ടിലെന്താ അവര് വിചാരിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കോൺഫിഡന്റാ. നമുക്ക് എന്തൊരു ഇതിനായാലും ഏതൊരു അവസ്ഥയിലായാലും ചിലപ്പോ നമുക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ഫൈറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും കോൺഫിഡന്റ് ആയി നമ്മുടെ അഭിപ്രായം നമ്മൾ എവിടെയെങ്കിലും പറയണം. അപ്പൊ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇതിൽ ഓരോരുത്തർ പറയുമ്പോഴും ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും എന്താ നമുക്ക് ഇതേപോലെ സെയിം ഓരോ കാര്യങ്ങള് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓക്കെ, അപ്പോ പറയാ ഇപ്പൊ സംസാരിക്കാൻ കാണിച്ചതും ഒരു കോൺഫിഡന്റ് ആണല്ലോ അല്ലെ? നമ്മളെല്ലാവരും ലൈഫില് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഈ സാധനം ഉണ്ട്. അത് നമ്മൾ പറയാം ബിൽഡ് ചെയ്തെടുക്കേണ്ടതാണ്. പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വരെയും ചെയ്യും. സിറ്റുവേഷനെ ബിൽഡ് ചെയ്തിരിക്കും. ലഹിതയില്ല, ലിഖിത എന്നല്ലേ ഇത്? ലിഖിത. അതെ ലിഖിത. ലിഖിതയുടെ സൗണ്ട് സൂപ്പറാണ്. അതെ ആ മിസ് രാത്രിയിലാണ് ഞാൻ വീട്ടിൽ പോയിട്ട് ക്ലാസ് ഒക്കെ കേൾക്കുക. മോനുള്ളതുകൊണ്ട് അവനിപ്പൊ പഠിപ്പിക്കുക LKG ആള്. പക്ഷെ ഒരുപാട് വീട്ടിലേക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ വീട്ടിൽ പോയിട്ട് ഇവന്റെ പഠിപ്പിക്കലും കാര്യങ്ങളും വീട്ടിൽ ചെല്ലുമ്പോ 6:30 അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ് മോന്റെ കാര്യങ്ങൾ കഴിച്ച് പിന്നെ പഠിക്കായിരുന്നു ഒരു 10:30 11 മണിയാവും ഇവനെ കെടുത്തി ഉറക്കുമ്പോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റെക്കോർഡ് ക്ലാസ് കേൾക്കുക. അപ്പൊ സത്യത്തിൽ ഇപ്പൊ റെസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ഇപ്പോഴാണ് തോന്നണത്. വെറുതെ ഇരുന്ന സമയത്തൊന്നും ഇങ്ങനെയൊന്നും തോന്നിയില്ല. തൃശ്ശൂരാണോ നാട്? തൃശ്ശൂർ തന്നെയാ. തൃശ്ശൂർ ഇവിടെ എന്റെ വീട് വരുന്നത് അമല ഹോസ്പിറ്റലൊക്കെ കേട്ടിട്ടുണ്ടോ? പേരാമംഗലം ആ ഭാഗത്താണ് എന്റെ വീട്. ഹസ്ബൻഡിന്റെ വീട് വരുന്നത് ഇവിടെ മണ്ണുത്തി ആ ഭാഗമാണ്. ഓക്കെ, സംസാരം കേട്ടപ്പോഴെങ്കിൽ തോന്നി തൃശ്ശൂരാണെന്ന്. ചോദിക്കാൻ വരാൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ജീവിക്കാനുള്ള ഓട്ടത്തിലാണ് പൊതുവെ എല്ലാവരും. അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഈ ധൈര്യം വരുന്നതല്ലോ. സോ അതിനിടയിൽ നമ്മുടെ ആരോഗ്യം നോക്കാൻ മറക്കരുത്. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മോഹൻസിനോട് എനിക്ക് പറയാനുള്ളത്, അറിയാലോ നിങ്ങള് ശരിക്കും ആരോഗ്യം നോക്കുന്നുണ്ടോ? എല്ലാവരും നോക്കുന്നുണ്ടോ? ഹെൽത്ത് കോൺഷ്യസ് ആണോ എല്ലാവരും? ആണോ? അറിയൂ, ആൻസർ മീ. ശരിക്കുന്നവരോട് എന്താ എനിക്ക് പറയാനുള്ളത്? ഞാൻ എന്താ പറയേണ്ടത് ശരിക്കുന്നവരോട്? ഞാൻ നമ്മുടെ കാര്യങ്ങളല്ലേ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. വീട്ടിലുള്ളവരുടെ കാര്യങ്ങളോ മക്കളുടെ കാര്യങ്ങളോ മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹെൽത്ത് ഒക്കെ ഈ പറഞ്ഞ പോലെ രാവിലെയൊക്കെ ചിലപ്പോ ഒരു ദോശ ഒരു ഇഡലിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കേനെ. ലിഖിത പറഞ്ഞു നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ട വരെ സാഹചര്യം വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് പോയാൽ നമ്മൾ നോക്കാൻ കയ്യിലുണ്ടാവും? അതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടുകാരുണ്ടാവും, പക്ഷെ ഒരു പരിധി വരെ. അവർക്ക് പറഞ്ഞ പോലെ അവരുടെ അവസ്ഥകള് ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാരും നമുക്ക് ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈഫ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് ആരോഗ്യം ശ്രദ്ധിക്കണം, മസ്റ്റ് ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും വന്നാൽ കുറ്റം പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറ്റം മാത്രമേ പറയൂ. ഇത്രയും കഷ്ടപ്പെടുന്ന ഒന്നും ആരും കാണില്ല. അതായത് നീ രാവിലെ ജോലിക്ക് പോകുന്നുണ്ട്, നീ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇതൊന്നും ആയിരിക്കില്ല പറയാ. നീ മര്യാദക്ക് നീ നോക്കിയില്ല, നിനക്ക് നിന്റെ കാര്യം നോക്കിക്കൂടായിരുന്നോ? നീ ചോദിക്കൂ. കുറ്റം മാത്രമേ പറയൂ ആ ടൈമില്. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും വരില്ല. സോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മറക്കരുത്. ഓട്ടത്തിനിടയിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. നമുക്ക് വേണ്ട ഭക്ഷണം കഴിക്കുക. നമുക്ക് എന്തൊക്കെ കുറവുണ്ടെന്ന് അറിയാലോ. ഡെലിവറി കഴിഞ്ഞാൽ ഒരുപാട് എന്തെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും നമുക്കറിയാം. നമ്മുടെ ബോഡി മൊത്തത്തിൽ വീക്ക് ആയിരിക്കാം. ഓക്കെ, അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. അവര് മക്കളെ നോക്കുന്ന പോലെയും നമ്മളെ നോക്കണം. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന മക്കളെ പോലും നമ്മൾ കുറ്റം പറയും. നമുക്ക് നമ്മുടെ കാര്യം നമുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും. ശരിയല്ലേ? ശരിയാണ്. നിങ്ങൾക്ക് സമ്മതിച്ചില്ലെങ്കിലും ശരിയാണ്. നോക്കൂലെന്നല്ല, നോക്കുന്ന ഇടയിൽ ഈ ഒരു ഡയലോഗ് എന്തായാലും പറയും. പക്ഷെ നമുക്ക് ഈ ഡയലോഗ് കേൾക്കുമ്പോണ്ടാവുന്ന വിഷമം ഉണ്ടല്ലോ, ആലോചിച്ച് ചെറിയൊരു ഡയലോഗ് മാത്രമേ ഉള്ളൂ അത്. അവർ ചിലപ്പോൾ തമാശ കാണെങ്കിലും ആയിരിക്കും പറയുന്നേ, പക്ഷെ നമ്മുടെ ഉള്ളിൽ കൊള്ളൂ അത്. അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു ഡയലോഗാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എന്റെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണെങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചുമ്മാ പറയുന്നല്ല കേട്ടോ. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതിലും കൂടെ നമ്മൾ ധൈര്യം കാണിക്കണം. നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ വാങ്ങുക,
നമുക്ക് വേണ്ട എന്തൊക്കെയാണോ വേണ്ടത്, ആരോഗ്യം ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ചെയ്യുക. അത് ചെയ്യാനുള്ള ധൈര്യവും നമുക്ക് വേണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കേട്ടിരിക്കാണ്ടല്ലെങ്കിൽ എല്ലാവരും കേട്ടാ മാത്രം പോരാ കേട്ടോ. നല്ലൊരു മോട്ടിവേഷൻ ആണ്. ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ക്ലാസ്സും ഇങ്ങനെ ഓരോ ചർച്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാ. ചർച്ച ചെയ്യും. ഇപ്പൊ നിങ്ങൾ ശരിക്കും ഇപ്പോഴാണ് നിങ്ങൾ ഒന്ന് ആക്റ്റീവ് ആയത്. ഇതിന് മുൻപ് വരെ നിങ്ങൾ സംസാരിക്കുന്നവരായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആണോ? ഇല്ല, ഇപ്പൊ കുറെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. കുറെ ബെറ്റർ ആണ് നിങ്ങൾ. ഈ ബാച്ച് സംസാരിക്കാത്ത ബാച്ച് ആണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷെ എന്റെ ക്ലാസ്സിൽ നിങ്ങൾ കുറച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുറച്ചധികം നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാട്ടോ. ഒരു നിമിഷവും നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. കാരണം നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിലാണ് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അവർക്കൊരു എനർജി കിട്ടുന്നത് അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനോ ക്ലാസ് എടുക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒക്കെ വരുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ റെസ്പോണ്ട് കാണുമ്പോൾ നമുക്ക് അത് എടുക്കാനൊക്കെ തോന്നില്ല. ഓക്കെ, നിങ്ങളും ടീച്ചേഴ്സ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കാം. നിങ്ങളൊരു ക്ലാസ് റൂമിലാണ്, നിങ്ങൾ ക്ലാസ് എടുക്കുകയാണ്. നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുക? അതുപോലെ തന്നെയാണ് നിങ്ങൾ എടുക്കാൻ വരുന്ന, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വരുന്ന ഓരോ ടീച്ചേഴ്സിനും തോന്നുന്നത് അല്ലെ? നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അയക്കുന്ന ചെറിയൊരു ഇമോജി ആയിരിക്കാം, പക്ഷെ ആ ഇമോജി അവർ കാണുന്നുണ്ട് അല്ലെ? ഞങ്ങൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അയക്കുന്ന എന്താണെങ്കിലും, മെസ്സേജ് ആണെങ്കിലും ഇമോജീസ് ആണെങ്കിലും എന്താണ് ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ്. ഞങ്ങളുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ റെസ്പോൺസ് വരുമ്പോഴാണ്. അതെങ്ങനെയാണെങ്കിലും ആകാം. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത് റെസ്പോണ്ട് ആണ്, ഇമോജീസ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങളുടെ റെസ്പോൺസ് ആണ്. സോ ഓരോ റെസ്പോൺസും ടീച്ചേഴ്സിന് അത്രയും വാല്യുബിൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് പൊസിഷനിൽ എത്താൻ നിൽക്കണ്ട, എല്ലാം നമ്മൾ റിയലൈസ് ചെയ്യാൻ നോക്കാം. ഏതൊരു കാര്യവും റിയലൈസ് ചെയ്യാൻ നോക്കാം ലൈഫിൽ. ഓക്കെ, ബോറാണോ ക്ലാസ്? ബോറടിക്കുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത്? ഉണ്ടോ? ഇല്ലെന്ന് പറയും നിങ്ങൾ. എന്നാലും അത് ചില കുട്ടികള് ഇപ്പോ നമ്മൾ ക്ലാസ് എടുക്കൽ മാത്രമായിട്ട് ടൈം മാറ്റി വെക്കണ കുട്ടികളുണ്ടാവും. ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ഈ ക്ലാസ് എടുപ്പോ ചാപ്റ്റർ വൈസ് ക്ലാസ് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അങ്ങനെ മാറ്റി വെക്കണ കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ടോപ്പിക്കോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ വരുമ്പോ ഇന്നിപ്പോ അതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറാത്തവരും കയറിയിട്ട് ലെഫ്റ്റ് അടിച്ച് പോകുന്നവരും ഉണ്ട്. അപ്പൊ അതിപ്പോ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഒരേ മൈൻഡ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. ഇത് അല്ല, വെറും ഇത് ചാപ്റ്റർ വൈസ് ഒന്നും അല്ലല്ലോ, അപ്പോ ഇന്നിപ്പോ ഒന്നും ക്ലാസ്സിലൊന്നും കേറുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്നവരും ഉണ്ട്. അതിപ്പോ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ സെൽഫായിട്ട് വരണ കാര്യങ്ങളല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നലെ കോഴ്സില് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഫുള്ള് ഞാൻ ക്ലാസ് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും? നമ്മുടെ ഇൻട്രാക്ഷൻ ആണ്. എല്ലാവരും ഒരു ഫാമിലിയാണ്. ഇപ്പൊ ശരിക്കും പറയുന്ന ഒരു ഫാമിലിയാണ്. ക്ലാസ് ആണെങ്കിൽ പോലും ഒരു ഫാമിലിയാണ്. നിങ്ങൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ എല്ലാവരും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? അത് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മോണ്ടിസോറി പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും ഓരോ എക്സ്പീരിയൻസ് പറയാനുണ്ട്. അവര് ജോയിൻ ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട്. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയൊക്കെ ഉള്ളൂ. നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക, അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക. ഒരു ആള് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പോലും ആരും ഇല്ലാത്തവർ നമുക്കുണ്ട്. ശരിയല്ലേ? എന്ന് ആലോചിക്കുക. നീ അത് ചെയ്യൂ, നീ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു തരാൻ ലൈഫിൽ ആരും ഇല്ലാത്തവരുണ്ട്. പക്ഷെ ആ ഒരു നിമിഷം, ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട്, എന്റെ ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇതൊരു മാറ്റമാണ്. നിങ്ങൾക്കൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഓരോ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പല രീതിയിലാണെങ്കിൽ പോലും അവരുടെ ക്ലാസ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ കോഴ്സിലെ ക്ലാസ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ മൊത്തത്തിലൊന്ന് മാറണം. ടീച്ചർ ആവണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം അല്ലെ? പോർഷൻസ് പഠിച്ചുകൊണ്ട് മാത്രം ടീച്ചർ ആകോ? ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ സ്കൂൾ ലൈഫിലാണെങ്കിലും ഇപ്പൊ ഈ കോഴ്സിൽ തന്നെ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട്, കോഴ്സ് പഠിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിലെല്ലാവരും ടീച്ചർ ആകുമെന്നുള്ളതുണ്ടോ? നിങ്ങൾക്ക് എല്ലാവരും ടീച്ചർ ആകോ? ചാൻസ് വളരെ കുറവാണ്. അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ ടീച്ചിങ് ഒരു സ്കില്ലുണ്ട്. ക്ലാസ് എങ്ങനെ എടുക്കാം, അതൊക്കെ നമുക്ക് കോഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്ത് ചിലപ്പോ ഞങ്ങളാണെങ്കിൽ പോലും അത് പറഞ്ഞു തരാം.
അല്ലെ? ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെ? ശരിയാണോ? ഓരോ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടേക്കാം. സോ ക്ലാസ്സിന് വേണ്ടി മാത്രം ജോയിൻ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ഓരോരുത്തർ ഇഷ്ടമാണ്, ശരിയാണ്, സംബന്ധിച്ച് ഇഷ്ടമാണ്. പക്ഷെ ക്ലാസ് മാത്രം പ്രതീക്ഷിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയില്ല, എനിക്ക് അവരെ എങ്ങനെയാണ് കോഴ്സിനെ കാണുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് മാക്സിമം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്, ക്ലാസ്സിന് പോർഷൻസിന് വേണ്ടി മാത്രം ക്ലാസ്സിൽ ജോയിൻ ചെയ്യരുത് കേട്ടോ. അതല്ല ശരിക്കും ക്ലാസ്, അതല്ല മോണ്ടിസോറി കോഴ്സ് തന്നെ അങ്ങനെയല്ല. ഓക്കെ, ടീച്ചർ അങ്ങനെയല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാല് ചാപ്റ്റർ വൈസ് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. നിങ്ങളിപ്പോ ഒരു ടീച്ചറായി നിങ്ങൾ ക്ലാസ്സിൽ പോവാണ്, നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രമേ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുള്ളൂ ക്ലാസ്സിൽ, ആണോ? നോ. കാരണം സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ടീച്ചേഴ്സിനെയാണ്. അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ മീറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണ്, ഫ്രണ്ട്സിനെയാണ്, പാരന്റ്സിനെയല്ല. ശരിയല്ലേ? കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നവരായിട്ടാണ്. സോ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കും അവർ കേൾക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന സെയിം കാര്യം നിങ്ങളുടെ വേറെ ആരെങ്കിലും റിലേറ്റീവ്സോ ആരെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞാല് നിങ്ങൾ ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിച്ചിരിക്കുന്ന ആര് പറയുന്നതായിരിക്കും? മേ ബി ചിലപ്പോ ഞാൻ പറയുന്നത്. ഇപ്പോ ഞാനിപ്പോ കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞു, കുറെ കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ സംസാരിക്കുന്നുണ്ട്. ഈ സെയിം ടോപ്പിക് തന്നെ നിങ്ങളോട് വേറൊരാൾ, നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളോട് പറയാണ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ അത് കേട്ടിരിക്കുന്നത് ആര് പറയുന്നതായിരിക്കാം? ഞാൻ പറയുന്നതാണോ, നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും വേറെ ആരെങ്കിലും പറയുന്നതായിരിക്കും? ശ്രദ്ധിച്ചിരിക്കുന്നത് കൂടുതലും അത് മേ ബി ഞാൻ പറയുന്നതായിരിക്കാം. എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം എന്നോട് ഒരു ടീച്ചർ പറയുന്നതും എന്റെ ഫ്രണ്ട് പറയുന്നതിന് വ്യത്യാസമുണ്ട്. ഫ്രണ്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത്രയും കയറണമെന്നില്ല. ഓക്കെ, അവൻ അങ്ങനെ പറയും എന്നാ പറയും. ടീച്ചർ പറയുമ്പോ അങ്ങനെയല്ല. ഓക്കെ ആണോ, നമ്മൾ ശ്രദ്ധിച്ചിരിക്കും, ഓരോ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കും, നമ്മുടെ ലൈഫിൽ അത് മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ നോക്കും. അതാണ് വ്യത്യാസം. ചെറുപ്പത്തിലെ തൊട്ടേ നമ്മളെല്ലാരും അങ്ങനെയല്ലേ മിസ്സേ? എന്നുവെച്ചാൽ നമ്മുടെ ഇപ്പൊ വീട്ടിൽ തന്നെ നമ്മുടെ പിള്ളേരാണേലും ഇപ്പൊ ഒരു കാര്യം സ്കൂളിൽ ടീച്ചർ പറയുന്ന പോലെ തന്നെ ഇവിടെ വന്ന് അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്തു, ടീച്ചർ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്, ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് നമ്മൾ പണ്ട് തൊട്ടേ അപ്പൊ ഇപ്പോഴും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് എന്തുവാ, അത് അങ്ങ് അടിത്തറയായിട്ട് നിന്ന് പോയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മളോട് അതെ, ടീച്ചർ പറയുന്നതെല്ലാം സത്യമാണ്. ടീച്ചർമാർ നമ്മുടെ ഗുരുക്കളാണല്ലോ, അങ്ങനെ ഒരു ബഹുമാനം ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ട്. അവര് പറയുന്നതെല്ലാം കറക്റ്റ് ആണ് എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതങ്ങനെയാണ്. ഇപ്പൊ എന്റെ മോൾ തന്നെ, ഞാൻ അവളെ പഠിപ്പിച്ചു വരുമ്പോ മോനെ അത് അങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയുമ്പോ, അല്ല അത് ടീച്ചർ പറഞ്ഞ അങ്ങനെയാണ്, അങ്ങനെ പഠിക്കൂ. അതിപ്പോ ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല, അവരെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് അവർക്ക് ഇമ്പോർട്ടന്റ്, അല്ലെ? അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ക്ലാസ്സിലെടുക്കുമ്പോ പോർഷൻസ് തന്നെ എടുക്കുന്ന ഒരു നിർബന്ധവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം, എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നു, അല്ലെ? ഇംഗ്ലീഷ് ആണ് എന്റെ സബ്ജക്ട്. ഞാൻ ഇന്നും കഴിഞ്ഞ ക്ലാസ് ആയിട്ട് ഇംഗ്ലീഷ് എടുത്തിട്ടേ ഇല്ല. പിന്നെ എന്തിനെന്റെ ഇത്രയും സമയം ഞാൻ വേസ്റ്റ് ചെയ്തു? ഇത് വേസ്റ്റ് ആണോ? ടൈം വേസ്റ്റ് ആണോ? എനിക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യുന്നതാണെന്ന് ടൈം? അത്രയേ ഉള്ളൂ. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് ചിലവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാക്കാം, ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയുള്ളവർ എനിക്കറിയില്ല. ഞാൻ പൊതുവെ നമ്മളൊരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ, ആരും ആയിക്കോട്ടെ, ടീച്ചർ എന്നല്ല ആരും ആയിക്കോട്ടെ, ഒരു കാര്യം പറയുകയാണെങ്കിൽ അതില് നമുക്ക് നന്നായിട്ട് തോന്നുന്നതാണ് അവൻ പറയുന്ന ഒരു കാര്യം അത് ഓക്കെ ആണല്ലോ, നല്ലതാണല്ലോ, ലൈഫ് അത് ഇംപ്ലിമെന്റ് ചെയ്തിൽ എങ്ങനെയുണ്ടാകും എന്നൊന്ന് ആലോചിക്കണം എപ്പോഴെങ്കിലും. നല്ലതാണെങ്കിൽ എടുക്കുക. അതിപ്പോ നിങ്ങളുടെ മക്കളാണെങ്കിൽ പോലും, ചില വാക്കുകൾ അവർ പറയുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യമായിരിക്കാം ചിലപ്പോ. അത് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കാം, അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അത് ആരാണെങ്കിൽ പോലും, മുതിർന്നവരെന്നോ അത് ടീച്ചേഴ്സിനോ ഒന്നുമില്ല. നല്ലതാണോ എടുക്കുക. ഓക്കെ, ഞാൻ അങ്ങനെയാണ് കേട്ടോ. ആരെന്ത് പറഞ്ഞാലും നല്ലതാണെങ്കിൽ ഓക്കെ, നല്ലതാണല്ലോ നമുക്ക് എടുക്കാലോ. എന്തുകൊണ്ട് നമുക്ക് ഒരു സ്വഭാവം, ഇപ്പൊ എന്റെ മോള് പറയാമോ, അമ്മ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല,
ഓക്കെ, അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ അത് നല്ലതല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ശരിയല്ലേ, പിന്നെ എന്തിനോണ്ട് മാറ്റിക്കൂടാ, നമുക്ക് മാറ്റാം. ഓക്കെ, അതെന്തും അങ്ങനെയാണ് ലൈഫ്, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാട്ടോ. എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ട് ഇതിലേക്കിട്ട് ലീവ് ഇടുകയും ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. സോ ഇനി മുതൽ ലൈഫ് മാക്സിമം ഒക്കെ ഒന്ന് മാറ്റാൻ നോക്കാം. ഓക്കെ, എന്തിന്റെ പരസ്യം അതുവഴി പോന്നാണോ? അതെ, എന്തൊക്കെയോ പോകുന്നുണ്ട്. പോട്ടെ, ഓക്കെ, പൊക്കോളൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ, സംസാരിക്കാനുണ്ടോ? അടുത്ത ക്ലാസ്സിൽ ഇനി ടോപ്പിക് കണ്ടിന്യൂ ചെയ്യില്ല കേട്ടോ, ഞാൻ ഇതോടെ അവസാനിപ്പിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഞാൻ ക്ലാസ് എടുക്കും. മാം, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ കയറിയത്, ടോപ്പിക്ക് കേട്ടില്ല. ഞാൻ കുറെ നാള് ടോപ്പിക് എന്താണെന്ന് ഞാൻ കേട്ടില്ല, എങ്കിലും കോൺഫിഡൻസിനെ കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറെ നാളായിട്ട് ലൈവ് ക്ലാസ്സിലൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ എല്ലാവരും എല്ലാവരുടെ ഇഷ്ടത്തിന് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു ബാഡ് ന്യൂസ് ആണ്. ഞാൻ ഒരു പ്രീ സ്കൂളിൽ ടീച്ചറായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് നാളത്തെ ഒരു വർഷത്തേക്ക് ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. കാരണം വേറൊന്നും അല്ല, എന്റെ മോള് 10th പഠിക്കുന്നത്. അപ്പം അവൾക്ക് വേണ്ടിട്ട് അവള് അങ്ങനെയൊന്നും എനിക്ക് ചെറുതിലായിരുന്നോ പോലും അവൾ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അവളായിട്ട് ഇങ്ങോട്ടൊരു ഇത് ചോദിച്ചു, അമ്മയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ, ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനം നമ്മളോട് അത്ര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഇതായതുകൊണ്ട് അവരോട് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു. പിന്നെ എനിക്ക് എന്റെ ഈ കോഴ്സും ആ കൂട്ടത്തിൽ കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് ലൈവ് ക്ലാസ്സിനൊന്നും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, റെക്കോർഡ് ക്ലാസ്സുകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ മാക്സിമം കിട്ടുന്ന സമയങ്ങളിൽ ലൈവ് ക്ലാസ്സിന് കയറുന്നത്. സ്കൂളിലായതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ഈ 12:30 കയറാൻ പറ്റില്ല. കാര്യം പ്ലേ ഗ്രൂപ്പ്, അതായത് 2 to 3 years ഉള്ള കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ചെറിയ കുട്ടികളെ. അപ്പൊ അവർക്ക് ശരിക്കും ഫുഡ് കൊടുക്കുന്ന ടൈമാണ്. ആ സമയത്ത് നമുക്ക് ഒരിക്കലും ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതും എല്ലാം കൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ മാമിനോട് സംസാരിച്ചപ്പം അവരും അതിൽ ഓക്കെ ആയി. കാരണം അവര് പറഞ്ഞു ശരി, മോളുടെ കാര്യമല്ലേ, 10th ആണ്, അപ്പൊ അവൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണ്ട സമയത്ത് നമ്മളത് കൊടുത്തില്ലെങ്കിൽ നാളെ ഒരു ആവശ്യം വരുമ്പോ അവരാണേലും ചിന്തിക്കില്ലേ, ശരിയാണ് മക്കളുടെ കാര്യം കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം ഇഷ്ടങ്ങൾ മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ പോകുന്ന എല്ലാവരും ശരിയാണ്, അവരവരുടെ ഇഷ്ടത്തിനാണ് ജോലിക്ക് പോകുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, ഹാപ്പി ആയിട്ട് ഒരു 3 വർഷത്തോളം ജോലി അങ്ങനെ തന്നെ ആ ഫീൽഡിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പം അവളത് പറഞ്ഞപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. കാര്യം വേറൊന്നുമല്ല, എന്റെ ഒരു സപ്പോർട്ട് അവൾക്ക് ആവശ്യമായിട്ട് വന്നതുകൊണ്ടാണല്ലോ അവൾ അങ്ങനെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടത്. അതേപോലെ തന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പം മക്കളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് ശരിയാണെങ്കിൽ, ഞാൻ എൻ്റെ മോളോട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഭയങ്കര അമ്മ മോളെന്നുള്ള ഒരു രീതിക്കല്ല, ദേഷ്യപ്പെടേണ്ട സമയത്തും വഴക്ക് പറയേണ്ട കാര്യത്തിൽ അതേ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാരെ പോരാ. അപ്പൊ അവളോട് ഞാൻ പല കാര്യങ്ങളിലും എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇപ്പോഴത്തെ ട്രെൻഡിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അറിയാം, എല്ലാ കാര്യങ്ങളാണെങ്കിലും. അപ്പൊ ഞാനിപ്പോ ഒരു ഡ്രസ്സിന്റെ കാര്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേക്കപ്പ് സാധനം, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ഒരു കാര്യം, ജസ്റ്റ് അവളോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. കാര്യം അവർക്ക് കുറച്ചും കൂടെ അവർ അപ്ഡേറ്റഡ് ആണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില്. അപ്പം അവളോട് ഞാൻ ചോദിക്കാറുണ്ട്, അവളുടെ ഒപ്പീനിയനും ഞാൻ എടുക്കാറുണ്ട്. എനിക്കൊരു കോൺഫിഡന്റ് ആണ് എൻ്റെ മോള്. എനിക്കിപ്പം നമ്മൾ പുറത്തൊരാളോട് പറയുന്നതിലും വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് ആ ഒരു ഇപ്പൊ ഒരു ഡ്രസ്സ് ഇട്ടാൽ പോലും ആദ്യം ഞാൻ ചോദിക്കുന്നത് എൻ്റെ മോളോടാ. ഹസ്ബൻഡിനോട് ചോദിക്കുന്നതിനും മോളോട് ചോദിക്കും. കാര്യം അത്രയും ഏജ് ആയതുകൊണ്ടാണ്, 10th അപ്പം അമ്മക്കിത് കൊള്ളില്ല, അല്ലെങ്കിൽ അമ്മയ്ക്കത് ഓക്കെ എന്ന് അവള് പറഞ്ഞ എനിക്കൊരു കോൺഫിഡന്റ് ആണ് വെളിയിലോട്ട് ഇറങ്ങാൻ. എന്റെ ഇഷ്ടത്തിനൊരു ഡ്രസ്സ് ധരിച്ചാൽ പോലും അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം മാം കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പൊ ആ സ്കൂളിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയ പിന്നെയാണ് മിക്കവാറും ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് ആക്ഷൻ സോങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു മടിയൊന്നും കൂടാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 2 to 3 years ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പം ചെറിയ കുട്ടികളാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ ഒരു ഡ്രസ്സ് ഇടുന്നത്, നമ്മളുടെ എന്ത് ആക്സസറീസ് ആ ചെറിയ കുട്ടികൾ തുടങ്ങി വാച്ച് ചെയ്യുന്നു എന്നുള്ളതാ. ഇച്ചിരി വലിയ ക്ലാസ്സിലെ കുട്ടികളെ പോലും അല്ല, ചെറിയ കുട്ടികൾ പോലും നമ്മളിപ്പോ ഒരു ദിവസം ഇട്ടുകൊണ്ട് പോകുന്ന ഒരു കമ്മലോ അല്ലെങ്കിൽ ഒരു വാച്ച് ആയാലോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ്, അവരിത് കണ്ടിട്ട് അതേപോലെ പറയും. പേരൻസ് വന്ന് ഞങ്ങളോട് പറയാറുണ്ട്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവനെ ഞാനൊരു പ്രത്യേക ട്യൂണിലാണ് വിളിച്ചോണ്ടിരുന്നത്. ബാക്കിയുള്ളൊരു ഇച്ചിരി കുറുമ്പന്മാരെ ഞാൻ ഇച്ചിരി ഇങ്ങനെ സൗണ്ടിൽ ഇങ്ങനെ വിളിക്കും. അപ്പൊ അതിന്റെ പേരൻസ് മീറ്റിംഗ് വന്നിട്ട് എന്നോട് പറഞ്ഞതാണ്,
മിസ് ഓരോ കുട്ടികളെയും വിളിക്കുന്ന ടോൺ, അത് ആ ക്ലാസ്സിൽ അങ്ങനെ ഭയങ്കര കാമായിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. വീട്ടിൽ ചെന്ന് പക്ഷെ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ അവൻ അവിടെ അവന്റെ അപ്പാപ്പനെ, അമ്മ എല്ലാരെയും പിടിച്ചിരുത്തി ക്ലാസ് എടുക്കും. എന്നിട്ട് അവര് പേരൻസ് മീറ്റിങ്ങിന് വന്ന് പറഞ്ഞാൽ മിസ് ഓരോ കുട്ടികളെ അതാണ് ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലെ കുട്ടികളെല്ലാം എനിക്കും പേര് ഭയങ്കര ഫേമസ് ആണ്, പിള്ളേരെ അറിയത്തില്ലെങ്കിലും മിസ് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്ന അനുസരിച്ചിട്ടാണ് എൻ്റെ മോൻ വന്ന് വീട്ടിൽ വന്ന് പറയുന്നത്. അപ്പം നമ്മളെ ഒരുപാട് പേര് ഇപ്പൊ ടീച്ചേഴ്സ് ഇപ്പൊ ഈ ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരും ടീച്ചർമാരാകണോ എന്ന ആഗ്രഹത്തിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന. ഞാൻ പക്ഷെ ഒരു ടീച്ചിങ് ഒരു കോഴ്സും പഠിക്കാതെയാണ് ഞാൻ ഒരു ടീച്ചറായി പോയത്. ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിരുന്നു. അത് കഴിഞ്ഞ് മാരേജ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇരുന്നപ്പം വെറുതെ വീട്ടിൽ ഇരിക്കേണ്ടെന്ന് കരുതി ബി എ എടുത്തു, ഡിഗ്രി. അപ്പൊ വെറുതെ ഇരുന്നപ്പോ എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പോയതാ. പക്ഷെ അത് നമ്മുടെ ഒരു മോണ്ടിസോറി ബേസ്ഡ് സ്കൂളാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഇപ്പൊ ഈ അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കോഴ്സും കൂടി ചെയ്തു കഴിഞ്ഞാൽ എനിക്കതൊരു ബെനിഫിറ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ പിള്ളേര് പക്ഷെ ചെറുതിലേ മുതലേ എൻ്റെ ഒരു പാഷൻ ടീച്ചർ ആകണമെന്ന് തന്നെയായിരുന്നു. അപ്പൊ അതും ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു അവസരം കിട്ടിയപ്പം ചാടി പുറപ്പെട്ടത്. ചെറിയ പിള്ളേരാണ്, പക്ഷെ നമ്മൾ വലിയ കുട്ടികളെ മാനേജ് ചെയ്യുന്ന രീതിയല്ല. നമ്മൾ ഈ മോണ്ടിസോറിയിൽ ഇപ്പം ടീച്ചർമാരാകുന്ന ഇപ്പൊ ഇരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും അതുപോലെ തന്നെയാ. ചിലപ്പം ഒരു 3, 4, 5, 6 പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഭയങ്കര സന്തോഷം, ഹാപ്പിയുള്ള ഒരു ജോലിയായിരിക്കും. നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഇതിൽ കുറച്ച് പേരൊക്കെ എനിക്ക് തോന്നുന്നു ടീച്ചർമാരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ഭയങ്കര ഹാപ്പി ആയിട്ടും നമ്മുടെ ഒരു ടെൻഷനുകളും അതിനകത്തോട്ട് ചെല്ലുമ്പം നമുക്കറിയില്ല. കാര്യം പല കുട്ടികളും മിസ്സേന്നായിരിക്കില്ല, അമ്മയെന്നായിരിക്കും വിളിക്കുന്നത്. കാര്യം ചെറിയ കുട്ടികളല്ലേ, അമ്മ എന്നുള്ള രീതിക്കാണ് നമ്മളെ കാണുന്നതും. അപ്പം നല്ല ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഈ ഇരിക്കുന്നവരെല്ലാരും ടീച്ചർമാരാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും. എനിക്കും തിരിച്ചവിടെ കയറാം, കുഴപ്പമില്ല. ബ്രേക്ക് എടുക്കുന്നതനുസരിച്ചിട്ട് അവിടെ വേക്കൻസി വരുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു കയറാം. അങ്ങനെ ഒരു സപ്പോർട്ടിങ് ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു സമാധാനത്തിൽ ഇരിക്കുക. ഇപ്പൊ എല്ലാവരും എനിക്ക് ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക, ഞാൻ തൽക്കാലത്തേക്ക് ജോലി റിസൈൻ ചെയ്തിരിക്കുക. അതും വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ഒരു സന്തോഷമുള്ള മോളുടെ കാര്യവും എൻ്റെ ഈ കോഴ്സും, ഈ 2 എനിക്ക് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. കോൺഫിഡൻസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് വർക്ക് ചെയ്തുകൊണ്ട്. പിന്നെ ഇപ്പം ഇവിടെ നിൽക്കുന്നതാണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആണ്. എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം പറഞ്ഞു തരാനും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം നല്ല ഫ്രണ്ട്സിനെ തന്നെയാണ് ഈ ഗ്രൂപ്പിലും കൂടെ കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും എല്ലാം നന്നായിട്ട് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവട്ടെ. ഇത്രയേ ഉള്ളൂ. എനിക്ക് അതേ പറയാനുള്ളൂ, ഒരാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവട്ടെ. നമുക്ക് ടീച്ചർ ആവുമ്പോ നമുക്ക് പ്രത്യേക ഒരു സ്കില്ല് വേണം കേട്ടോ. അറിയാലോ നമുക്ക് ടീച്ചിങ് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെയാണ് സ്കൂളിൽ സംസാരിക്കുക? അല്ല, വ്യത്യാസമുണ്ട്. അത് അങ്ങനെ മാറാൻ നോക്കുക. അങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും സംസാരിച്ച് നമുക്ക് ആ ഒരു പേടി മാറ്റാം, ആ ഒരു ഷൈനസ് ഒക്കെ മാറ്റാം. അങ്ങനെയാണ് നമ്മൾ മാറാം കേട്ടോ. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോ എല്ലാവരും ഇനി മുതല് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? സംസാരിക്കാൻ പറ്റില്ല ആരോ സരിത സാഹചര്യമല്ല. ഓക്കെ, നമുക്ക് വേറൊരു ടൈം സരിത പറഞ്ഞാൽ മതി, നമുക്ക് സംസാരിക്കാം കേട്ടോ. ഫ്രീ ആകുമ്പോ എപ്പോഴെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ഓക്കെ ആണെങ്കിൽ സംസാരിക്കാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ട് മിസ്സേ. ഞാനാ. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ശരിക്കും നമുക്ക് ആവശ്യമാണ് സത്യത്തില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ്സിലായാലും പഠിക്കാൻ പോകുന്ന ടൈമിലായാലും നമുക്ക് എപ്പോഴും പഠിക്കുന്ന ഭാഗങ്ങൾ മാത്രം എടുത്താൽ നമുക്ക് സത്യത്തിൽ ബോറടിക്കും. ഇങ്ങനെയുള്ള ഓരോ ക്ലാസ്സുകളാകുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറയാനായാലും നമ്മൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, മിസ്സായാലും കുട്ടികളായാലും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൂടും സത്യത്തിൽ. ഇന്നത്തെ ക്ലാസ്സിലാണ് ശരിക്കും എനിക്ക് മുഴുവൻ കേൾക്കാനും കേറാനും പറ്റിയത്. അപ്പോൾ താങ്ക് യു മിസ്സേ, താങ്ക് യു ഓൾ. Okay, so thank you all. See you on the next class. Okay, bye. Okay, ma'am. Thank you.